Today we have discussed about ചോദ്യചിഹ്നം കണ്ടിട്ട് വന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെങ്കിലും ഇവിടെ ഒന്ന് കയറണങ്ങൾ. ഞാൻ എത്ര കാലമായി ഇവിടെ വ്ളോഗ് ഇടുന്നു. നിങ്ങളൊരാൾ എന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ, നിങ്ങളെ ഹോമിൽ വന്ന് നിങ്ങൾ കണക്കുന്നു, നിങ്ങളൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്താ ഇടുന്നത് എനിക്കറിയാം, അതിനനുസരിച്ച് വ്യൂസ് കിട്ടുള്ളൂ. ഞാൻ ഏറ്റെടുക്കണം, ഞാൻ സഹിക്കണം. 31 വ്യൂസ് ഉണ്ട് ഇതിന്. 31 വ്യൂസിൻ്റെ വലിയ ബിഗ് ലവ്. അങ്ങനെ പറഞ്ഞറിയിക്കുന്നത് ഇങ്ങനെ വെച്ചാലാണ് ഇപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ലവ്. അപ്പോൾ ആ ലവ് ഞാൻ അറിയിക്കുകയാണ്. 31 വ്യൂസാണ് നമ്മളുടെ സ്ഥിരം വ്യൂവേഴ്സ്. 31 വ്യൂവേഴ്സിന് താങ്ക് യു. കമൻ്റ് ഇടുന്നവർക്ക് താങ്ക് യു. ഈ വീഡിയോ കാണുന്നവർക്ക് താങ്ക് യു. ഇത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും ദീർഘായുസ്സും ഹാപ്പിയത്തും ഉണ്ടാവട്ടെ. അവിടെ ഞാനെന്താ പറയുക, പിന്നെ ഞാൻ എന്തോ ഓണാക്കി വെച്ച് പറയും. എനിക്കതാണ് ഒരു ഐഡിയ കിട്ടിയത്. ഞാൻ ഇവർക്ക് ഈ കണ്ടൻറ് ക്രിയേഷൻസ് ഇപ്പോൾ ഹനാൻഷ അവരുടെ നോക്കണ്ട, അവർക്ക് അവർ നമ്മൾ പ്രൊഫഷണലായ കഴിഞ്ഞാൽ പിന്നെ കണ്ടൻറ് ഉണ്ട്. കണ്ടൻറ് എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ അവിടെ പോണതും ഇവിടെ പോണതും ഒക്കെ നമുക്ക് വീഡിയോ എടുത്തു വിടാം. പിന്നെ ഒരു കളിയാക്കാത്ത റഷ് ഇല്ലാതെ പോകുന്ന ഇങ്ങനത്തെ ഒരു ടീമല്ല എൻ്റേത്. ഞാനല്ലാതെ എൻ്റെ ഫാമിലിക്ക് പോലും ഇത് ഏറ്റെടുക്കാൻ പറ്റാത്ത സാധനം. അതുകൊണ്ട് ഞാൻ നിങ്ങളല്ലാതെ എൻ്റെ ചങ്ങാതിമാരോ എന്നെ അറിയുന്നവരോ ഇത് കാണുന്നില്ല. അതാണ് ഇതിൻ്റെ മറ്റൊരു വശം. കാണാൻ ചാൻസ് ഇല്ല, കാരണം ഇത് ഞാൻ ഏറ്റവും കൂടുതൽ ലൊക്കേഷൻ കൊടുത്തിടുന്നത് കൊച്ചി അവിടെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ വീഡിയോ അങ്ങനെ അധികം ആരും കാണാനും ചാൻസ് ഇല്ല. സോ കണ്ടാൽ അറിയിക്കിട്ടാ, കണ്ടാൽ എല്ലാവരോടും പറഞ്ഞ് എന്നോട് പറഞ്ഞാൽ മതി. കാണണ്ടേ, ഞാനിങ്ങനെ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് കാണണ്ടേ, കാണാൻ ഇതൊന്ന് റീച്ചായി പോകണ്ടേ. അത് ഇപ്പോൾ ഏറ്റവും വലിയ റിസ്ക് എടുത്ത് ഞാൻ ഉണ്ടാക്കിയ സാധനമാണ്. ഹേ ഗൈസ്, ടുഡേ വി ഹാവ് ഡിസ്കസ് അബൌട്ട്. ബാക്കി അവിടെ ചോദിച്ചിട്ട് ഫില്ലാക്കാൻ കഴിയുന്നില്ല, കാരണം അവിടെ ഒരു കണ്ടൻറ്റ് കൊണ്ടുവന്നിടണം. അത് ബുദ്ധിയുണ്ടായിട്ട് കാര്യമില്ല, കണ്ടൻറ്റ് വരണം. ഇപ്പോൾ മിനിയാന്നത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് പടച്ചോന് മുമ്പിൽ കണ്ടൻറ്റ് കൊണ്ടുവന്ന് ഇട്ടതാണ്. പടച്ചോന് മുമ്പിൽ, നമ്മളുടെ മുമ്പിൽ ഒരു സാധനം, ഒരു കണ്ടൻറ്റ് കൊണ്ടുവന്ന് ഇട്ടതാണ്. അത് നമ്മൾ സാധാരണ എന്നും കയറി വരുന്ന ഒരു സ്ഥലത്ത്, നമ്മളെന്നും സാധാരണ കയറി വരും, അവിടെ വന്ന് വ്ളോഗ് എടുക്കും, നമ്മൾ സാധനങ്ങളൊക്കെ ചെയ്യുന്നൊരു സാധാ സ്ഥലത്ത്, വ്യൂ പോയിൻ്റ് അല്ല, ഒരു ഇടുങ്ങിയ ഈ സ്ഥലത്ത് നിന്ന് ഞാനിങ്ങനെ ടെറസ് കയറിയിട്ട് ഇങ്ങോട്ടിങ്ങനെ നിന്നപ്പോൾ ഒരു കാഴ്ച, എൻ്റെ പൊന്ന്, നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുമായിരിക്കും. ഒരു കാഴ്ച. അന്നത്തെ കണ്ടൻറ്റ് ഞാനായിട്ട് ഇങ്ങനെയൊക്കെ തന്നെ കണ്ടൻറ്റ് ഉണ്ടാക്കലെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിത് രാജ്യപീട്ടിനോടൊന്നും അവരോടൊന്നും ചോദിച്ചിട്ടുണ്ടാകും. അവരോട് ചോദിച്ചാൽ മതിയില്ല ശരിക്ക്. പക്ഷെ അവരോട് ചോദിച്ചാൽ അവരുടേതായൊക്കെ പറയും. അവർ പറയും നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ലോൺ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറയാം. അതൊക്കെ ഒരു മനുഷ്യന് നടക്കുമോ, നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ പറയാം? അല്ലാതെ പിന്നെ ഇപ്പോൾ ഉണ്ടാക്കി പറയാൻ അല്ലേ? ഇപ്പം ഉണ്ടാക്കി പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി പറയാത്തെന്നാ അറിയോ? ഞാനിപ്പോൾ എന്നാ ഉണ്ടാക്കി പറയാം, നാളെ ഒരു 10 മില്യൺ കണ്ട് അടിച്ചാലോ. ഞാൻ കൊണ്ടാണ് ഇന്നെങ്കിൽ നോക്കണം. ഞാൻ യൂട്യൂബറാണ്. ഈ മോന്ത ഓർത്ത് വെച്ചിട്ടാ എവിടെ ഞാൻ കണ്ടാൽ അനസ്കൂർമ്മത്തല്ലേന്ന് പറഞ്ഞാൽ ഒന്ന് കൈ പിടിക്കുക, വെറുപ്പിക്കുക. അത്ര പറയാൻ. Like and subscribe for more videos. Bye bye.